അസ്സലാമു അലൈക്കും. ഇന്ന് രാവിലെ തന്നെ നമ്മൾ ചായക്കൊക്കെ വെള്ളം വെച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉഴുന്ന് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ രാത്രി തന്നെ ഒക്കെ അരച്ച് സെറ്റാക്കി വെച്ചിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇനി ദോശയൊക്കെ ഉണ്ടാക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് കറി ഉണ്ടാക്കുന്നത് മോൻക്കാണെങ്കിൽ എപ്പോഴും കറി വേണം കേട്ടോ. അപ്പോൾ ചുമന്ന കടലയാണ് ഞാൻ വെള്ളത്തിലിട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ കടല ഒന്ന് കഴുകിയിട്ട് നമുക്ക് റെഡിയാക്കണം. അപ്പോൾ നാളികേരം അരച്ചിട്ടും വെക്കല്ലേ. ചിലപ്പോൾ ഞാൻ നാളികേരം അരക്കൂട്ടോ. അപ്പോഴത്തെ ഓരോ ഇത് സമയം പോലെ അതേപോലെ ഓരോ തോന്നലാണ്. ചിലപ്പോൾ ഞാൻ നാളികേരമൊക്കെ അരച്ച് പാരും, ചിലപ്പോൾ മടിയേക്കാരട്ടോ. അപ്പോൾ ഇതിലേക്ക് മീൻ കായം കൂട്ടിക്കാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിന്. അപ്പോൾ ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിരിക്കണത്, അല്ലെങ്കിൽ തണുപ്പ് വിട്ടിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പൊരിച്ചെടുക്കാൻ പറ്റൂലല്ലോ. കുറച്ച് വത്തൽ മീനും പിന്നെ ഒരു 3-4 അയിലയാണ് വാങ്ങിയിരുന്നത് കേട്ടോ. അപ്പോൾ അയില മീനൊന്ന് പൊരിച്ചെടുക്കണം. വത്തൽ മീൻ വേണമെങ്കിൽ വൈകുന്നേരത്തിനും പൊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ നമ്മളെ ദോശ ചൂടാണ് കേട്ടോ. ദോശ പിന്നെ ഇഷ്ടമില്ലാത്തവരൊന്നും ആരും ഉണ്ടാവില്ലല്ലേ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് ഞാൻ. ഇവിടെ മോൻക്ക് ഇഷ്ടമാണ് ഈ ദോശയും മറ്റേ ദോശയൊക്കെ. പുട്ടിലാരൊക്കെ ഇഷ്ടം ഓർക്ക് ഇങ്ങനത്തെ ദോശയും സാദാ ദോശയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഈ ദോശയാണ് ഇന്ന് ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മൾ ദോശ ചൂടലൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ കുക്കർക്ക് കടല കഴുകിയിട്ടിങ്ങനെ ഒരു സവാളൻ്റെ പകുതിയും ഒരു തക്കാളിൻ്റെ പകുതിയും അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നാളികേരം കുറച്ച് മല്ലിപ്പൊടി ഇടേണ്ടിയിരുന്നു, പക്ഷേ ഞാൻ ഇടാൻ മറന്നിരിക്കണം. നാളികേരം അരക്കണമെങ്കിൽ മല്ലിപ്പൊടിൻ്റെ ആവശ്യം ഉണ്ട് കേട്ടോ. അപ്പോൾ നാളികേരം അരച്ചിട്ടില്ല. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് 2 വെളുത്തുള്ളിൻ്റെ അല്ലിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നാൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് നമുക്ക് അടച്ച് വേവിക്കാം. അപ്പോൾ ഇനി നമ്മളെ ചായയൊക്കെ നല്ലോണം വെട്ടി തിളക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതാക്കണ ചായപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കാമല്ലോ. ഒന്നായിട്ട് ഇട്ടാൽ പുറത്തേക്ക് തള്ളിപ്പോരും കേട്ടോ. അതുകൊണ്ട് കുറേശ്ശെ ഞാൻ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തിളക്കുന്നുണ്ട്. ഇനി പെട്ടെന്ന് അടച്ച് വെച്ചാൽ ചൂടാറുമില്ല. ചായ നല്ല രസമല്ലേ, അതും കട്ടൻ ചായ ആവണം കേട്ടോ. അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതാ നേരത്തെ ഞാൻ ചുട്ടെടുക്കണമെന്ന് കാണിച്ചു തന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇതാക്കണ ഞാൻ ചട്ടിയിൽ എണ്ണയൊന്നും ഞാൻ പുരട്ടലില്ല കേട്ടോ. വാങ്ങാൻ നേരത്താണ് ഞാൻ എണ്ണ പുരട്ടി കൊടുക്കൽ. ഫസ്റ്റ് ഞാൻ എണ്ണ പുരട്ടലില്ല കേട്ടോ. അങ്ങനെ ഒന്ന് ചുട്ടോക്കൊണ്ട് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി തന്നെ നമുക്ക് ഉപകാരം എന്താ വെച്ചാൽ എണ്ണ ഇല്ലാത്ത അപ്പം ചൂടാ ചപ്പാത്തി ചൂടാന്നാണല്ലോ പേര് പറയല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എണ്ണൻ്റെ ആവശ്യം അതിൽ വരില്ല. പിന്നെ അത് എടുക്കുമ്പോൾ എണ്ണ ഒഴിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മളെ കുക്കറൊക്കെ കുക്കി റെഡി ആയി. അപ്പോൾ അതിക്കുള്ള ഉള്ളി ഇതാക്കണ്, അതിക്ക് കുറച്ച് കറിവേപ്പിൻ്റെലൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് ഇതാക്കണം. അപ്പോൾ ഞാൻ നാളികേരം അരച്ചിട്ടില്ല കേട്ടോ, കാരണം മടിയായി. അപ്പക്കിന് രാവിലെ തന്നെ ഭയങ്കര തിരക്കും അല്ലേ. ഇന്ന് പിന്നെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഇത് ഇപ്പോൾ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്നും ഇങ്ങനെ ചോറും കൂട്ടാനൊക്കെ വെക്കണോണ്ട് ഞാൻ ഇന്നും ചോറും കൂട്ടാനൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ലാസ്റ്റത്തെ ഒരു ദോശയാണ് കേട്ടോ ചട്ടിയിൽ നിന്ന് എടുക്കാനുണ്ട്. അപ്പോൾ നമ്മളെ കടലക്കറിയും ദോശയും അടിപൊളിയാണ് കേട്ടോ. നാളികേരം ഇവിടെ ഹസ്ബൻഡിനൊന്നും വലിയ ഇഷ്ടമല്ല അരക്കണത്, മോനിക്കും അങ്ങനെ തന്നെ കേട്ടോ. എനിക്ക് ഇങ്ങനെ വെക്കണം, എനിക്കാണെങ്കിൽ നാളികേരം അരക്കണം, അപ്പോഴേ എനിക്ക് ടേസ്റ്റ് തോന്നലുള്ളൂ. അപ്പോൾ ഞാൻ മോൻക്കും പാടെ പിന്നെ ചായ കൊടുക്കട്ടെ. അതാ കണ്ടില്ല, ഇതിൻ്റെ പോലെ വേറെ വലിയൊരു പാത്രം ഉണ്ട് കേട്ടോ. അതിലാവുമ്പോൾ നല്ല സുഖമാണ്. ഈ ദോശക്കൊള്ളു, ഇതിൽ ഈ ദോശക്കൊള്ളൂല, കാരണം ഇത് ചെറിയൊരു പാത്രമാണ്, കൂട്ടാനൊക്കെ ഇടാൻ പറ്റുന്ന അങ്ങനത്തെ പാത്രമാണ് കേട്ടോ. കുട്ടികൾക്ക് ചിലർക്ക് ഇങ്ങനെ തന്നെ കിട്ടേണ്ടി വരില്ലേ. അങ്ങനെ ആകുമ്പോൾ രസമാണ്. ഇപ്പോൾ നമ്മളെ ചോറൊക്കെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ നേരത്തെ തന്നെ ആയിക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിയൊക്കെ വെച്ചത്, കുറച്ച് കറി തന്നെ ഉള്ളൂ ഉണ്ടാക്കിയത്. ഇവിടെ ലൈറ്റ് ഇട്ടത് കാരണം ഈ കറിയും ചോറൊക്കെ 2 കളറായിട്ട് കാണുന്നുണ്ടാവില്ല. 2 ലൈറ്റ് കത്തുന്നുണ്ട് അടുക്കള, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വെള്ളരിക്കയും ചക്കക്കുരും തക്കാളിയും നാളികേരം അരച്ചിട്ടുള്ള കറിയാണ് ഞാൻ ഉണ്ടാക്കിയിരുന്നത്. എന്നും വേണമല്ലോ അല്ലേ. പിന്നെ നമ്മൾ അയില പൊരിച്ചെടുത്തേക്കണം കേട്ടോ. അപ്പോൾ ആ അയിലൊക്കെ നല്ലോണം പൊരിച്ച് ശരിയാക്കി വെച്ചേക്കണ്. ഇനി നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അടിച്ചുവാരി തുടക്കാൻ അങ്ങനത്തെ ഓരോ പണികൾ, അതൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ എടുത്തതൊക്കെ ഞാൻ ഇട്ടേക്കാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഇൻഷാ അല്ലാഹ് നാളെ വീണ്ടും വരും കേട്ടോ. അപ്പോൾ അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.